അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമാണ്, ആർത്തവം നിലക്കാൻ അല്ലെങ്കിൽ ആർത്തവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗുളിക കഴിക്കാമോ? പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഹജ്ജിൻ്റെ അവസരങ്ങളിലുമൊക്കെ ഗുളിക കഴിക്കുന്ന ആളുകളുണ്ട്. നാം മനസ്സിലാക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി നിശ്ചയിച്ചൊരു കാര്യമാണ് ആർത്തവം എന്നുള്ളത്. അത് സ്ത്രീകളെ ശാരീരിക പ്രകൃതിയും ആരോഗ്യമുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാസമുറ എന്നുള്ളത് അവളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, അവളുടെ ജീവിതക്രമത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് നമ്മളായിട്ട് കൃത്രിമമായി മാറ്റേണ്ടതില്ല. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുത്തിബ ലഹു കസ്വാലിഹി മാ കാന യഅമലു വഹുവ സ്വഹീഹുൻ മുഖീം. അതായത് ആർത്തവ സമയത്ത് അല്ലെങ്കിൽ രോഗമുള്ള സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങൾ ഒരു മുഖീമായ സ്വഹീഹ് ആരോഗ്യമുള്ള മുക്കീമായ ഒരാൾ, ഹുവ സ്വഹീഹുൻ മുക്കീമുൻ, മുക്കീമായ ആരോഗ്യമുള്ള ഒരാൾ ചെയ്യുന്ന അമലിൻ്റെ പ്രതിഫലം തന്നെയായിരിക്കും ഈ അസുഖബാധിതനായ ആൾക്കും കിട്ടുക എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ആരോഗ്യമുള്ള ആളുകൾ ചെയ്യുന്ന അതേ പ്രതിഫലം തന്നെ ആർത്തവ സമയത്ത് നഷ്ടപ്പെട്ടു പോയ അമലുകൾ വീണ്ടെടുക്കുന്ന പക്ഷവും ആർത്തവ സമയത്ത് അമൽ ചെയ്യാനുള്ള നിയ്യത്തുള്ള പക്ഷവും നമുക്ക് കിട്ടും എന്നുള്ളതിൽ തർക്കമില്ല. മാത്രമല്ല, മഹാനായ ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ ആർത്തവത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, ഖത്തബല്ലാഹു അലാ ബനാത്തി ആദം, ആദമിൻ്റെ മക്കൾക്ക് അല്ലാഹു നിശ്ചയിച്ചൊരു കാര്യമാണ് എന്നാണ്. അപ്പോൾ ആർത്തവം ഒരു ഷർറായി, ഒരു ഉപദ്രവമായി കാണുകയും എന്നിട്ട് അതിനെ പ്രാവുകയും അതിനെക്കുറിച്ച് അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുകയും ചെയ്യേണ്ടതില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയെത്തിയാൽ അല്ലാഹു നിശ്ചയിച്ച ഒരു കാര്യമാണ് ആർത്തവം എന്നുള്ളത്. ഇന്ന് മനസ്സിലാക്കേണ്ട വിഷയം, നോമ്പിൽ ആർത്തവം നിലക്കാൻ അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാകാതിരിക്കാൻ, റമദാൻ മാസത്തിൻ്റെ 30 ദിവസങ്ങളിൽ ആർത്തവം വരാതിരിക്കാൻ, ഹജ്ജിൻ്റെ അവസരങ്ങളിൽ ഇതുപോലെ ആർത്തവം ഉണ്ടാകാതിരിക്കാൻ ഗുളിക കഴിക്കാമോ? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ചില നിബന്ധനകളോടുകൂടി അത് ഉപയോഗിക്കാമെന്നാണ്. ഒന്ന്, ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ഈ ഗുളിക കഴിച്ചത് കൊണ്ട് പിന്നെ ആർത്തവവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ശരീരത്തിന് ഉണ്ടാകാൻ പാടില്ല. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഭർത്താവിൻ്റെ പൂർണ്ണമായ സമ്മതത്തോടു കൂടി വേണം കഴിക്കാൻ. അതേപോലെ തന്നെ ആർത്തവക്രമം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, സ്ത്രീ ശരീരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് മെൻസസ് പീരീഡ്, ഹൈലി എന്നുള്ളത്. ആ ആർത്തവക്രമം തെറ്റിക്കുന്നത് നല്ലതല്ല എന്ന് അടിവരയിട്ട് മനസ്സിലാക്കണം. മുകളിൽ പറഞ്ഞ 2 സാഹചര്യങ്ങളിൽ എനിക്ക് ഭർത്താവിൻ്റെ അനുവാദമുണ്ട്, എന്നെ ഇത് കഴിച്ചതുകൊണ്ട്, ഈ ഗുളിക കഴിച്ചതുകൊണ്ട് ശരീരത്തിന് പ്രശ്നം വരില്ല എന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെടുന്ന പക്ഷം അവർക്ക് അത് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ആർത്തവക്രമം തെറ്റിക്കാതിരിക്കലാണ് നല്ലത് എന്ന് കൂടി മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.